ഓം ശാന്തി. ഏഞ്ചൽ നമ്പർ 333 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ 33 നമ്പർ കാണുക എന്ന് വെച്ചാൽ അർത്ഥം ഒരു പ്രാവശ്യം മാത്രം കണ്ടാൽ 333 നമ്പർ കാണുന്നത് ഓക്കെയാണ്. പക്ഷേ ഏഞ്ചൽ നമ്പർ കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ഒരിക്കൽ മാത്രം കാണുകയല്ല, പലതവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കണ്ടുകൊണ്ടേയിരിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിൻ്റെ അർത്ഥം എൻ്റെ അടുത്ത് എത്തി എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം 333 എന്ന് പറയുന്നത് നേരത്തെ നമ്മളോട് പറഞ്ഞ പോലെ തന്നെ 3 എന്നത് നമ്മുടെ ഗുരുവിൻ്റെ നമ്പറാണ്, ബൃഹസ്പതിയുടെ നമ്പറാണ്. അതായത് 333 എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അർത്ഥം, കാണുന്നു എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ പൂർവികന്മാർ നിങ്ങളിൽ ബ്ലെസ്ഡ് ആണ്, നിങ്ങൾ അനുഗ്രഹിക്കുന്നു എന്നർത്ഥം. അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഡിവൈൻ ഏഞ്ചൽസ് എല്ലാവരും തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യം കൃത്യമാണെന്നും അതിൽ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ എന്നുള്ള ആശീർവാദം തരുന്നതിന് ലക്ഷണമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈശ്വരനിൽ പൂർണ്ണ സമർപ്പണത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ ഈശ്വരൻ്റെ ഗൈഡൻസ് എടുത്തുകൊണ്ട് സമർപ്പണത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് പറയുകയാണ്. മൂന്നാമത്തെ കാര്യം, ഈ 3 നമ്പറതായിട്ടുള്ള വളരെ മാജിക്കായ നമ്പറാണ്. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി ഹിന്ദു ഫിലോസഫിയിൽ നോക്കുകയാണെങ്കിലും ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാർ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ നിമിത്തമാകുന്ന ആ ദേവന്മാർ 3 ക്രിസ്ത്യാനിറ്റിയിൽ നോക്കിയാലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടെയും 3 നമ്മൾ കാണാം. നമ്മുടെ ഈ ശരീരത്തിൽ നോക്കുകയാണെങ്കിലും ആത്മാവിൻ്റെ 3 സൂക്ഷ്മ ശക്തികൾ, മനസ്സ്, ബുദ്ധി, സംസ്കാരം. മനസ്സും ശരീരവും ആത്മാവും 3 ഒക്കെ 3 നമ്പറിൽ വരികയാണ്. അതുകൊണ്ട് 3 നമ്പർ നിങ്ങളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ചെയ്യുന്ന കാര്യം ശരിയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നോളൂ എന്ന് പറയുന്നതായിരിക്കുന്ന ഗൈഡൻസാണ്. അത് സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോയാലോ. ഓം ശാന്തി.